നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കനക്കുന്ന പ്രതിഷേധം. JNUവിലെ അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് 5 വിദ്യാർത്ഥികൾ കൂടി അറസ്റ്റിൽ. വിവാദ വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ക്യാമ്പസിൽ പ്രതിഷേധം ശക്തം. നേരത്തെ അറസ്റ്റിലായ വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിനെതിരെ രാജ്യദ്രോഹ കുറ്റവും. അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് സർവകലാശാല VCയുമായി ABVP പ്രവർത്തകരുടെ കൂടിക്കാഴ്ച. BJPയുടെ നിർദ്ദേശങ്ങൾ ക്യാമ്പസിൽ പോലീസ് പ്രാവർത്തികമാക്കുന്നുവെന്നും വിദ്യാർത്ഥി യൂണിയനുകളുടെ ആരോപണം. അറസ്റ്റിലായ വിദ്യാർത്ഥികളെ വിട്ടയക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സീതാറാം യെച്ചൂരി. JNU വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തരുതെന്നും CPM ജനറൽ സെക്രട്ടറി. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിവാദ അനുസ്മരണ ചടങ്ങ് നടന്നത് ചൊവ്വാഴ്ച. സ്വരം മാറുന്ന സഖ്യക്കുരുക്ക്. ബംഗാൾ പേടിയിൽ CPM. മമതാ ബാനർജിക്കെതിരെ കോൺഗ്രസുമായി സഖ്യം ചേരാനുള്ള പാർട്ടി പശ്ചിമ ബംഗാൾ ഘടകത്തിന്റെ നീക്കം തള്ളി കോടിയേരി. കോൺഗ്രസ് സഖ്യം അജണ്ടയിലില്ലെന്നും അന്തിമ തീരുമാനമെടുക്കേണ്ടത് പൊളിറ്റ് ബ്യൂറോ എന്നും സംസ്ഥാന സെക്രട്ടറി. അതേസമയം കോൺഗ്രസ് സഖ്യം അനിവാര്യമെന്നതിൽ CPM ബംഗാൾ സംസ്ഥാന സമിതിയിൽ ഭൂരിപക്ഷം. നിലവിലെ സാഹചര്യത്തിൽ സഖ്യം വേണ്ടെന്ന് വയ്ക്കുന്നത് ആത്മഹത്യാപരം. ചരിത്രപരമായ മണ്ടത്തരം ആവർത്തിക്കരുതെന്നും കേരളത്തിനു വേണ്ടി ബംഗാളിനെ മറക്കരുതെന്നും മുതിർന്ന നേതാക്കൾ. സഖ്യത്തിന്റെ അനിവാര്യത സംബന്ധിച്ച സാഹചര്യം ബംഗാൾ ഘടകം പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തണമെന്ന് SRP. പാർട്ടി കോൺഗ്രസിന്റെ നയത്തിൽ മാറ്റം വരുത്തണോ എന്ന കാര്യം ആലോചിച്ചിട്ടില്ല. ഈ മാസം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി ഇക്കാര്യം തീരുമാനിക്കുമെന്നും S. രാമചന്ദ്രൻപിള്ള. സഖ്യനീക്കം സംബന്ധിച്ച നിലപാടിൽ യെച്ചൂരിയും കാരാട്ടും രണ്ടു തട്ടിൽ. ബംഗാൾ ഘടകത്തിന്റെ ആവശ്യം ന്യായമെന്ന് യെച്ചൂരിയുടെ അഭിപ്രായം തള്ളി മുൻ ജനറൽ സെക്രട്ടറി. വേണ്ടത് സഖ്യമല്ല, പാർട്ടിയുടെ ശാക്തീകരണമെന്നും പ്രകാശ് കാരാട്ട്. അടവോ അടിയന്തരമോ? കതിരൂരിൽ ജയരാജനെ വിടാതെ CBI. കോടതിയിൽ കീഴടങ്ങിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്ക് ആശുപത്രിയിലാക്കിയ ജയരാജന്റെ ആരോഗ്യ വിവരങ്ങൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന്റെ ഉത്തരവ്. ഇതുവരെയുള്ള ചികിത്സാ റിപ്പോർട്ടുമായി തിങ്കളാഴ്ച ഹാജരാകാൻ ഡോക്ടർമാർക്ക് നിർദ്ദേശം. മനോജ് വധക്കേസിൽ കീഴടങ്ങിയ ജയരാജനെ വിദഗ്ധ ചികിത്സ വേണമെന്ന് മെഡിക്കൽ റിപ്പോർട്ടിനെ തുടർന്ന് വീണ്ടും പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ വൈകിട്ട്. 1 മാസത്തേക്ക് റിമാൻഡിലായ ജയരാജന് അടിയന്തര ഹൃദയ ചികിത്സ വേണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം. അതേസമയം കേസിൽ 25ാം പ്രതിയായ ജയരാജനെ ചോദ്യം ചെയ്യാൻ 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവുമായി CBI കോടതിയിൽ. മനോജ് വധക്കേസിന് പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രവും മുഖ്യ ആസൂത്രകനും ജയരാജനെന്ന് അന്വേഷണ സംഘം. മൊഴിയിൽ തെളിയുന്നത്. പൂനെ സൈനിക കേന്ദ്രവും മുംബൈ വിമാനത്താവളവും ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന നിർണായക വെളിപ്പെടുത്തലുമായി ഡേവിഡ് ഹെഡ്ലി. ISAയ്ക്കായി സൈനിക താവളത്തിൽ നിന്ന് ചാരന്മാരെ കണ്ടെത്താൻ ലഷ്കർ നിർദ്ദേശിച്ചതായി മൊഴി. തന്ത്രപ്രധാന കേന്ദ്രമായ ഫാഫ അറ്റോമിക് റിസർച്ച് സെന്റർ സന്ദർശിച്ച് വീഡിയോയിൽ പകർത്തി. ദൃശ്യങ്ങൾ പാക് ചാരസംഘടനയായ ISAയ്ക്ക് കൈമാറിയതായും കോൾമാൻ. അമേരിക്കൻ ജയിലിൽ തടവിൽ കഴിയുന്ന ഹെഡ്ലിയുടെ മൊഴിയെടുപ്പ് തത്സമയ വീഡിയോ കോൺഫറൻസിംഗിലൂടെ. ഭിന്നതയിൽ രമ്യത തേടി. പാശ്ചാത്യ പൌരസ്ത്യ ക്രിസ്ത്യൻ സഭകളിലെ ഭിന്നതയ്ക്ക് പരിഹാരം തേടി ഫ്രാൻസിസ് മാർപ്പാപ്പ ക്യൂബയിൽ. റഷ്യൻ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ കിറിൽ പാത്രിയാർക്കീസുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ച പശ്ചിമേഷ്യയിലെ ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനത്തിന് അറുതി വരുത്താനുള്ള സംയുക്ത ശ്രമം സംബന്ധിച്ച്. ചരിത്രപ്രധാന കൂടിക്കാഴ്ചയ്ക്ക് മാർപ്പാപ്പ ഹവാനയിലെത്തിയത് ഒരാഴ്ച നീളുന്ന മെക്സിക്കോ സന്ദർശനത്തിനുള്ള യാത്രാമധ്യേ. 1950-ലെ ക്രിസ്ത്യൻ സഭാ പിളർപ്പിന് ശേഷം ഒരു മാർപ്പാപ്പയും റഷ്യൻ പാത്രിയാർക്കീസും ചർച്ചയ്ക്കിരിക്കുന്നത് ഇതാദ്യം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.